തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമി യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി സംഘം സന്ദർശിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് 15 കോടി രൂപയുടെ അഴിമതി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നും അതിൻ്റെ ഉത്തരവാദി അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ KT ജലീലാണ് എന്നും ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം പറഞ്ഞത് UDFൻ്റെ ഭരണകാലത്ത് ഏറ്റെടുത്ത ഭൂമിയാണ്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും അന്ന് ഭരിച്ചിരുന്ന മന്ത്രിമാർക്കുമൊക്കെയാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം, എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്നാണ് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല 2016 ഫെബ്രുവരിയിൽ അന്നത്തെ കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഇതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. പച്ചക്കള്ളം എങ്ങനെയാണ് ശ്രീ KT ജലീലിന് പറയാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 2016 ഫെബ്രുവരിയിൽ UDF അധികാരത്തിലിരിക്കുന്ന സമയത്ത് 3 പ്രപ്പോസലുകൾ അന്നത്തെ മലപ്പുറം ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അതിലൊന്ന് ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി, അതിന് ഭൂവുടമകൾ ചോദിക്കുന്ന വില എത്രയാണ്, ആ വില 1,70,000 എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു. മറ്റൊന്ന് ബെഞ്ച് മാർക്ക് 1,20,000, മറ്റൊന്ന് ആദവനാട് ഒരു 100 ഏക്കർ ഭൂമി. ഈ 3 പ്രപ്പോസലുകളും അന്ന് UDFൻ്റെ മുമ്പാകെ 2016 ഫെബ്രുവരിയിൽ മലപ്പുറം ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥന്മാരും സമർപ്പിച്ചിരുന്നു. അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും അന്ന് കേരളം ഭരിച്ചിരുന്ന UDF സർക്കാർ എടുത്തിരുന്നില്ല. കാരണം തൊട്ടടുത്ത മാസം മാർച്ചിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയും പിന്നീട് കേരളത്തിൽ ഭരണമാറ്റമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ഇനി അദ്ദേഹം പറയുന്നത്, ഇതിന് മറുപടി പറയേണ്ടത് സി മമ്മൂട്ടിയാണ്, അദ്ദേഹമാണ് MLA, അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ആ ഭൂമി ഏറ്റെടുത്തത് എന്ന പച്ചക്കള്ളമാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞാൻ സി മമ്മൂട്ടിക്ക് പിണറായി വിജയൻ കൊടുത്ത ഒരു മറുപടി മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യാം. ഈ മറുപടിയിൽ ശ്രീ പിണറായി വിജയൻ പറയുന്നത്, താങ്കൾ 29/11/2016 കത്തിനൊപ്പം സമർപ്പിച്ച മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിലെ ക്രമക്കേട് സംബന്ധിച്ച അപേക്ഷ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന വിവരം അറിയിക്കുന്നു. സസ്നേഹം പിണറായി വിജയൻ. 31/1/2017 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി മമ്മൂട്ടി MLAക്ക് നൽകിയ മറുപടിയാണിത്. ഞാൻ മമ്മൂട്ടി MLA നൽകിയ പരാതിയെക്കുറിച്ച് പറയാത്തത്, വേണമെങ്കിൽ അദ്ദേഹം വന്നിട്ട് പച്ചക്കള്ളം വീണ്ടും പറയും, മമ്മൂട്ടി അന്നത്തെ MLA ആയിരുന്ന മമ്മൂട്ടി അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്ന്. ശ്രീ പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ നിയോജകമണ്ഡലത്തിലെ MLA ആയിരുന്ന സി മമ്മൂട്ടി മുഖ്യമന്ത്രിക്ക് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ഉണ്ട് എന്നും അത് റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്, ഞാൻ നൽകാം, മാധ്യമങ്ങൾക്കൊക്കെ നൽകാം, അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഞാൻ ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചത്. ഇനി മാത്രമല്ല, അന്ന് കേരള നിയമസഭയിൽ ശ്രീ സി മമ്മൂട്ടി നൽകിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, അത് ഒരു 40 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ആ 40 സെക്കൻഡ് പ്രസംഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ഈ ഭൂമി ഞങ്ങൾ പറയുന്നു, ഇതാരാ സർ? ഈ വെട്ടം പഞ്ചായത്തിൽ ഗവൺമെന്റ് കോളേജിന് പാവപ്പെട്ട കടലോരത്തിന്റെ മത്സ്യത്തൊഴിലാളികൾ പണം പിരിവരുത്തി 25 ഏക്കർ കൊടുത്ത സ്ഥലത്താണ് 9,000 രൂപക്ക് വാങ്ങിയ ഭൂമി 1,00,000 ഈ ആധാർ രജിസ്റ്റർ ചെയ്ത 2015 ഈ ഭൂമി 1.5 കോടി രൂപ വെച്ച് വാങ്ങുന്നത് ആരാണ് സർ? ഉത്തരവാദപ്പെട്ടവരാ. കഴിഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഗഫൂർ, അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, ഇവിടെ നമ്മുടെ ഭരണകക്ഷിയിൽപ്പെടുന്ന MLAയുടെ സഹോദരപുത്രന്മാർ, ഇവര് അവർ കച്ചവടം ചോദ്യം വിരോധം. പക്ഷേ ന്യായമായ വിലക്ക് കൊടുക്കണ്ടേ സർ? ന്യായമായ വിലക്ക് കൊടുക്കണ്ടേ? ആ ചോദ്യം ന്യായവിലക്കല്ല ഭൂമി വാങ്ങിയത് എന്ന് കേരള നിയമസഭയിൽ
സി മമ്മൂട്ടി ചോദിച്ച ചോദ്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇത് മനോരമയിൽ വന്നൊരു വാർത്തയാണ്. ഞാൻ പറയാം. MLA ഭരണകക്ഷി MLA സഹോദരൻ എന്ന് പറഞ്ഞാൽ അന്ന് ഭരണകക്ഷി MLA വി അബ്ദുറഹ്മാൻ, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്. ഭരണകക്ഷി MLA സഹോദരന്മാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂറിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെയും കയ്യിൽ നിന്നാണ് സർക്കാർ ഭൂമി വാങ്ങിയത്. അത് അന്യായ വിലക്കാണ് ഭൂമി വാങ്ങിയത് എന്ന് നിയമസഭയിൽ സി മമ്മൂട്ടി പറയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി മനോരമയിൽ ഫെബ്രുവരി മാസം 2019 21-ാം തീയതി വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം. ആ വാർത്തയിൽ പറയുന്നത് മലയാള സർവകലാശാല സ്ഥലമേറ്റെടുപ്പ് 2 ആഴ്ചക്കാകുമെന്ന് മന്ത്രി. ആരാണ് മന്ത്രി? അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ. എപ്പോഴാണ്? 2019. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മലയാള സർവകലാശാലയ്ക്ക് 2 ആഴ്ചക്കകം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ശ്രീ കെ ടി ജലീൽ. സംസ്ഥാന സർക്കാരിൻ്റെ 1000 ദിനാഘോഷം മികവ് പരിപാടി തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയും, അത് മനോരമയല്ലേ, മനോരമ അങ്ങനെയൊക്കെ പറയും എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ 21 ഫെബ്രുവരി 2019 ശ്രീ കെ ടി ജലീലിൻ്റെ അടിയിൽ നോക്കാം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വാർത്തയാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പ്രിൻ്റ് എടുത്തതാണ്. അപ്പം തെറ്റായൊരു വാർത്തയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അത് പങ്കുവെക്കുമോ എന്ന് പറഞ്ഞാൽ 2019 ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തുന്നത്. ഇനി മാത്രമല്ല, UDF ഏറ്റെടുത്തൊരു ഭൂമി എങ്ങനെയാണ് വീണ്ടും വരെ ഏറ്റെടുക്കുക? അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരിക്കൽ UDF സർക്കാർ ഏറ്റെടുത്തൊരു ഭൂമി വീണ്ടും സർക്കാർ വന്നിട്ട് വീണ്ടും ഏറ്റെടുക്കുക. അന്ന് 1,70,070,000 നിശ്ചയിച്ചിരുന്ന ഭൂമി 1,60,000 വീണ്ടും ഏറ്റെടുക്കുക. അങ്ങനെ ഒരു ഭൂമി ഏറ്റെടുക്കൽ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് കൃത്യമായി ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റെടുത്തതാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ സമർപ്പിച്ചത്. ഇനി അതിനേക്കാൾ ഗൗരവമേറിയൊരു കാര്യം ഞാൻ പറയാം. 19/12/2016 എന്ന് പറഞ്ഞാൽ അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം. അന്ന് കൊടുത്ത വിവരാവകാശത്തിൻ്റെ ഒരു മറുപടി, അന്ന് ചോദിച്ചു ഇതിൻ്റെ ഭൂ ഉടമകൾ ആരാണ് 2016. അതിന് അന്ന് നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പായി കാണിക്കുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭൂമിയുടെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി, മുല്ലപ്പള്ളി മനക്കൽ നാരായണൻ നമ്പൂതിരി മകൻ പരമേശ്വരൻ, അതുപോലെ തന്നെ അഷ്ടമൂർത്തി നമ്പൂതിരി, അതുപോലെ നമ്പൂതിരിയുടെ മകൻ പരമേശ്വരൻ, മുല്ലപ്പള്ളി കീഴിൽ മൊയ്തീൻ കുട്ടിയാജി, അതുപോലെ പഴയ പുത്തൻ വീട്ടിൽ ആമിനക്കുട്ടി ഉമ്മ, കാപ്പാട്ടകത്ത് അഹമ്മദ് കുട്ടി, കുഞ്ഞാലിക്കുട്ടി, വെട്ടത്തുകാവ് ദേവസ്വം, മരക്കാരകത്ത് കുമാരൻ, അഷ്ടമൂർത്തി നമ്പൂതിരി, മാങ്ങാട്ടുകുത്ത് ഗോപാലമേനോൻ, പാറക്കുട്ടി അമ്മ, മലക്കൽ നാരായണൻ നമ്പൂതിരി. ഇതില്ല, എവിടെയും അബ്ദുറഹ്മാൻ്റെ സഹോദരനും ഇല്ല, അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറും ഇല്ല. പക്ഷേ 6/6/2017 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വില നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണ്? ഈ വി അബ്ദുറഹ്മാൻ, ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ ഹബീബ് റഹ്മാൻ, അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറിൻ്റെ സഹോദരൻ്റെ മകൻ, വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ്റെ മകൻ ഹബീബ് റഹ്മാൻ, അതുപോലെ ലില്ലീസ് ഗഫൂറിൻ്റെ സഹോദരൻ അബ്ദുൽ ജലീൽ, ലില്ലീസ് ഗഫൂറിൻ്റെ മറ്റൊരു സഹോദരൻ ജംഷീദ്, വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ്റെ മകൻ മുഹമ്മദ് കാസിം, ശ്രീ യാസിർ KP, ഗഫൂറിൻ്റെ സഹോദരൻ അബ്ദുസലാം, ഇൻജാസ് മുനവർ, സാക്ഷാൽ ശ്രീ ഗഫൂർ അദ്ദേഹം തന്നെ പങ്കെടുത്തു, പന്നിക്കണ്ടത്തിൽ ഗഫൂർ, അതുപോലെ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം. അപ്പോൾ 19/12/2016 വരെ ഭൂവുടമകൾ ആരാണ്? ഈ പറഞ്ഞ ആളുകളൊന്നുമല്ല. 6/6/2017 ആകുമ്പോഴേക്ക് ഭൂവുടമകൾ ആകെ മാറി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരുമായി വില നിശ്ചയിച്ച് ആദ്യം സർക്കാരുമായി ഒരു വില ധാരണയിലെത്തുന്നു. അതിനുശേഷം ഈ ഭൂ ഉടമകൾക്ക് ചെറിയ പണം കൊടുത്ത് 2000 രൂപ മുതൽ 40,000 രൂപ വരെ കൊടുത്ത് അതിനകത്ത് വിറ്റ ഒരാളെ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ നേരിട്ട് ഹാജരാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 ഏക്കർ 47 സെൻറ്റ് വിറ്റ ആളാണ്, എനിക്ക് കിട്ടിയത് സെൻറ്റ് ഒന്നിന് 35,000 രൂപയാണ്. അപ്പോൾ അവരോട് ചെറിയ വിലക്ക് ഭൂമി വാങ്ങുന്നു, സർക്കാരുമായി ഇടതുപക്ഷ സർക്കാരുമായി ഒരു കരാറുണ്ടാക്കുന്നു, എന്നിട്ട് ആ കരാർ ഉറപ്പിച്ചതിന് ശേഷം ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് സർക്കാരിന് വിൽക്കുന്നു. അത് 2019 ആ സ്ഥലമേറ്റെടുപ്പ് സർക്കാർ നടത്തുന്നത്.
അന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലാണ്. ഇതിന് മറുപടി പറയാതെ ജലീലിന് അടിസ്ഥാനരഹിതവും ബാലിശവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഇതിനകത്ത് ജലീൽ എപ്പോഴും ഈ വിശുദ്ധി പറയുന്ന ആൾ, ഇടക്കിടക്ക് സംശുദ്ധ രാഷ്ട്രീയം വിശുദ്ധി എന്നൊക്കെ പറയുന്ന ആൾ, അങ്ങനെ ഇടക്കിടക്ക് പറയുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരായിരിക്കും. കാരണം ഈ കള്ളന്മാരൊക്കെയാണ് അവർക്ക് ഇങ്ങനെ സ്വയം അവർ തപ്പി നോക്കുക, ഈ കളവ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നതുപോലെ അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് ഒരു ഡൗട്ടുള്ളത് കൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ ഖുർആൻ ഉയർത്തി കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ സംശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നതും. ഇനി അദ്ദേഹത്തിന് ഇതിനകത്തൊരു പങ്കുമില്ലെങ്കിൽ ആർക്കാണ് ഇതിന് പങ്ക്? അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ UDFൻ്റെ ഭരണകാലത്താണെന്ന് ഇനി അദ്ദേഹം ഇനിയും പറയുകയാണെങ്കിൽ അതും അന്വേഷിക്കട്ടെ. ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു വിജിലൻസ് അന്വേഷണ ഉത്തരവ് വാങ്ങിക്കാൻ ശ്രീ KT ജലീൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വെറുതെ അദ്ദേഹം പറയും ഞാൻ അന്വേഷണത്തിന് ഉത്തരവിടണം എന്നൊക്കെ അദ്ദേഹം വെറുതെ വാചാലനാവും. പക്ഷേ അങ്ങനെ വാചാലനാവരുത്. കേരളം ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിടിപ്പിക്കാൻ ശ്രീ KT ജലീലിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം ഉത്തരവിടുന്നില്ല എങ്കിൽ ഈ ഭൂമി ഏറ്റെടുപ്പിലെ അഴിമതി സംബന്ധിച്ച് 15 കോടിയുടെ അഴിമതിയാണ്. 17,65,00,000 രൂപയുടെ ടോട്ടൽ വിലയാണ് ഈ ഭൂമിക്കായി സർക്കാർ കൊടുത്തത്. അതിനകത്ത് ഏകദേശം ഒരു 2.5 കോടി രൂപയോളം ഈ പറയുന്ന വിദ്വാൻമാർക്ക് ചിലവ് വന്നിട്ടുണ്ടാവും ഭൂമി വാങ്ങാൻ. ചെറിയ വിലക്ക് ഭൂമി വാങ്ങി ഇടനിലക്കാരായി നിന്ന് സർക്കാരിന് അധിക വിലക്ക് മറിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജലീലിന്റെ ബന്ധുക്കളില്ലല്ലോ, അബ്ദുറഹ്മാന്റെ ബന്ധുക്കളില്ലല്ലോ, അപ്പൊ ജലീലിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്? ജലീലിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വരും. കാത്തിരിക്കൂ. ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറുപടിയാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇനി അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിൻ്റെ തെളിവുകളടക്കം വരും ദിവസങ്ങളിൽ പുറത്തു വരും. നിങ്ങൾക്ക് കാത്തിരിക്കാൻ സംശയം വേണ്ട. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ്. ആ മറുപടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകിയിട്ടുള്ളത്. ഇത് UDFൻ്റെ ഭരണകാലത്ത് ഏറ്റെടുത്തതല്ല, ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റെടുത്തതാണ്. അത് UDFൻ്റെ ഭരണകാലത്തും ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷവും ആരായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ ഭൂവുടമകൾ എന്ന കാര്യം വിവരാവകാശ പ്രകാരം കിട്ടിയതിൻ്റെ രേഖകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു. ശ്രീ സി മമ്മൂട്ടി MLA നിയമസഭയിൽ ആധികാരികമായി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു. ഈ ഭൂമി ഏറ്റെടുത്തതിൽ ക്രമക്കേടുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി ആധികാരികമായി നിങ്ങളെ കാണിച്ചു. ഇനി എന്താണ് KT ജലീലിന്? ഇനിയും UDFൻ്റെ കുറ്റം പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിൻ്റെ തലയിൽ ചാരി സി മമ്മൂട്ടിയുടെ മേലിൽ പഴിചാരി ജലീലിന് രക്ഷപ്പെടാൻ കഴിയില്ല. കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ഫിറോസ് പറഞ്ഞ തെളിവുകൾ ഇപ്പോൾ അബ്ദുറഹ്മാനിൽ എത്തിയിട്ടുള്ളൂ, KT ജലീലിൽ എത്തിയില്ല. അബ്ദുറഹ്മാന്റെ സഹോദരൻ ഭൂമി വാങ്ങി അല്ല. അപ്പോൾ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്ഥലം ഏറ്റെടുപ്പ് 2 ആഴ്ച അകം എന്ന് അദ്ദേഹം അല്ലേ? ഇത് ശ്രീ KT ജലീൽ 2019 അദ്ദേഹം പ്രസംഗിച്ചതാണ്. എന്തിനാണ് UDF ഏറ്റെടുത്ത ഭൂമി അദ്ദേഹം വീണ്ടും ഏറ്റെടുക്കുന്നത് 2019? അഴിമതിയുടെ തെളിവ് ഞാൻ പറഞ്ഞു. ഇന്നലെ ഭൂമി വിറ്റ ആൾ നേരിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ 35,000 രൂപയ്ക്കാണ് വിറ്റത്. അദ്ദേഹത്തിൻ്റെ 2 ഏക്കർ 45 സെൻറ്റ് സ്ഥലം. അപ്പോൾ ആകെ 11 ഏക്കറാണ്. അതിനകത്ത് 2 ഏക്കർ 45 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അടുത്തായി. വലിയ പിന്നെ ബാക്കിയുള്ള ആളുകളും വരും. ബാക്കിയുള്ള മുഴുവൻ ആളുകളും വരില്ല, കാരണം അവർക്ക് പേടിയുണ്ട് അവർക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി. പക്ഷേ ചില ആളുകളും രംഗത്ത് വരും ദിവസങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2016 ഫെബ്രുവരി മാസത്തിലെ ഒരു സാക്ഷ്യപത്രം അല്പം മുമ്പ് KT ജലീൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ സെന്റിനൊന്ന് 1,70,70,000 രൂപ മാത്രം വില നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ അപ്പോഴേ വില നിശ്ചയിച്ചിരുന്നു അല്ല, അതായത് അന്ന് പറയാം, കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ ഞാൻ പറഞ്ഞ ചോദ്യം ചോദിച്ചല്ലോ. അതെ, അതായത് 2016 ഫെബ്രുവരിയിലാണല്ലോ പറയണത്. മാർച്ചിലാണല്ലോ കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്ന എപ്പോഴാണ്? 2016 മാർച്ചിൽ. അന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. എന്ന് പറഞ്ഞാൽ കേവലം ദിവസങ്ങൾ മാത്രമാണ് UDFൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. അന്ന് 1,70,70,000 ഇവരുടെ നിശ്ചയിച്ചത്. ബെഞ്ച് മാർക്കിൻ്റെ എത്രയാണ് നിശ്ചയിച്ചത്? ബെഞ്ച് മാർക്കിൻ്റെ നിശ്ചയിച്ചത് അതിൻ്റെ വിവരാവകാശത്തിൻ്റെ മറുപടി എൻ്റെ കയ്യിലുണ്ട്. ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചത് 1,20,20,000. DLPC കൊടുത്ത വിവരാവകാശ പ്രകാരം കൊടുത്ത മറുപടിയിൽ ജില്ലാ കളക്ടർ കൊടുത്ത മറുപടി ബെഞ്ച് മാർക്ക് പറഞ്ഞിരിക്കുന്നത് 1,20,20,000. ഇവർ പറഞ്ഞിരിക്കുന്നത് വെട്ടം പഞ്ചായത്തിൽ പറഞ്ഞിരിക്കുന്നത് 1,70,70,000. അതിൻ്റെ പുറമെ ആദവനാട്ടെ ഒരു ഭൂമിയും. ഈ 3 ഭൂമിയുടെ പ്രപ്പോസലാണ് അന്ന് UDFൻ്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു പ്രപ്പോസൽ മാത്രം എടുത്തു കാണിക്കുക. ശരി, ആ പ്രപ്പോസലിൽ UDF ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ആ സ്ഥലം ഏറ്റെടുക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ടോ? ആ സ്ഥലം ഏറ്റെടുക്കാൻ UDF തീരുമാനിച്ചിട്ടില്ല. UDF ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്തെങ്കിലും ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം, ക്യാബിനറ്റിൻ്റെ തീരുമാനം, റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം ശ്രീ KT ജലീൽ കാണിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു.
കലക്ടർ കൊടുത്തൊരു പ്രപ്പോസൽ അതിൽ ഒന്ന് മാത്രം എടുത്തു കാണിച്ചിട്ട് പക്ഷെ അതെങ്ങനെയാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നത്? അങ്ങനെ അത് സ്വാഭാവികമല്ലേ? ഭൂ ഉടമകൾ ഇപ്പോൾ മലയാള സർവകലാശാല വരുന്ന UDF-ന്റെ കാലത്താണല്ലോ. UDF-ന്റെ കാലത്ത് മലയാള സർവകലാശാല വരുമ്പോൾ ആ പ്രദേശത്തെ ഭൂ ഉടമകളൊക്കെ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. അല്ല കലക്ടറെ സമീപിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കട്ടെ, അതിൽ കലക്ടർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോന്നുള്ള അതും അന്വേഷിക്കട്ടെ. അത്തരം ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. അത് ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കൈരളി TV-ക്ക് ഇത്ര പരിഭ്രാന്തി? ഇടതോ UDF-ന്റെ ഭരണം ആയി ശരി, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചതുപ്പ് ആ ഭൂമി ചതുപ്പ് സ്ഥലമാണെന്ന് ബോധ്യമായല്ലോ അല്ലേ? അല്ല ഒരു മിനിറ്റ്, യെസ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ശരി, ഞാൻ വളരെ ആയിക്കോട്ടെ, കോമൺ ആയ ചോദ്യം, എല്ലാവരുടെയും ചോദ്യമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. ആ ഭൂമി ഇപ്പൊ ചതുപ്പ് സ്ഥലമാണെന്ന് ബോധ്യമായല്ലോ, അവിടെ നിർമ്മാണം നടക്കില്ല എന്ന് ബോധ്യമായല്ലോ. അങ്ങനെയെങ്കിൽ ആ ചതുപ്പ് സ്ഥലം, നിർമ്മാണം നടക്കാത്ത ഭൂമി 1,60,000 വാങ്ങിയതിൻ്റെ ഉത്തരവാദി UDF ആണെങ്കിൽ എന്തിനാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ മടിക്കുന്നത്? ഒരു ഇലക്ഷൻ വരാൻ പോവല്ലേ? UDF നേതാക്കന്മാരെ ഈ ജലീൽ ഇന്നലെ പറഞ്ഞ അബ്ദുറബ്ബും സി മമ്മൂട്ടിയൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദിയെങ്കിൽ അവരെ കൽത്തുറുക്കിൽ അടക്കാൻ പറ്റിയൊരു സമയമല്ലേ? അവരെ അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറുണ്ടോ? വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറുണ്ടോ? ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെങ്കിൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ KT ജലീലിന് ഒരു പങ്കുമില്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് UDF-നെ കൽത്തുറുങ്കിൽ അടക്കാനുള്ള ഒരു അവസരം ഉപയോഗിക്കുമോ എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത്. വളരെ കൃത്യമല്ലേ? ആ 3 ഭൂമികളിൽ ഏറ്റവും ഉചിതമായ ഭൂമി ആ തിരൂർ തുഞ്ചൻ സ്മാരകത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭൂമിയാണെന്ന് അന്ന് VC ആയിരുന്ന ജയകുമാർ തന്നെ നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് ഈ ഭൂമിയുടെ വില നിർണ്ണയം നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ ആ കാലത്ത് ഹരീഷ് വാസുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ പറയുന്നുണ്ട്. ജയകുമാർ ആണെങ്കിൽ ഇവർക്ക് ആർക്കും ഉത്തരവാദിയില്ല. അപ്പോൾ ഒരു മിനിറ്റ്, ശരി ഞാൻ ചോദിക്കട്ടെ, ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ജയകുമാറിനെ VC ആക്കിയത് ആയിക്കോട്ടെ 2016 വിവരാവകാശ പ്രകാരം തന്ന പേരിൽ ഈ പറയുന്ന പന്നിക്കണ്ടത്തിൽ ഗഫൂറും ലില്ലീസ് ഗഫൂറും അബ്ദുറഹ്മാൻ്റെ സഹോദരന്മാരും ഒന്നുമില്ല. ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴേക്ക് അവരൊക്കെ ഈ ഭൂമി വാങ്ങി, എന്നിട്ട് 1,60,000 കച്ചവടം ചെയ്തു. 2019 ഇത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഇതിനകത്തൊന്നും യാതൊരു സംശയവും ആർക്കും തോന്നുന്നില്ല എങ്കിൽ ഇത് കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല അപ്പം എത്തിയല്ലോ. മാത്രമല്ല ഈ സ്ഥലം അല്ല അതായത് അത് മാത്രമല്ല, മന്ത്രി ജലീലിന് പങ്കുണ്ടെന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചന ഞാൻ നിങ്ങൾക്ക് നൽകി. അദ്ദേഹം പ്രസംഗിച്ചതിൻ്റെ മനോരമയിൽ വന്ന വാർത്ത ശ്രീ KT ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു 2019 ഈ ഭൂമി 2 ആഴ്ചക്കകം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല. സർക്കാരിന് മുമ്പിൽ പല പ്രപ്പോസലുകളും ഉണ്ടായിരുന്നു. ആ പ്രപ്പോസലിനെ സംബന്ധിച്ച് ആക്ഷേപമുണ്ടായിരുന്നു. ആ ആക്ഷേപം വെറുതെ മാധ്യമങ്ങളുടെ മുമ്പാകെ പറയല്ല, നിയമസഭയിൽ ആ സ്ഥലം MLA പറഞ്ഞിരുന്നു. അതെല്ലാം കൃത്യമായ തെളിവുകൾ. ആയിക്കോട്ടെ, ശരി, ഇനി VC ആണ് ഉത്തരവാദിയെങ്കിൽ ഇതെല്ലാം കൂടി VC-യുടെ തലയിലേക്ക് ചാർത്തി ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാനാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ UDF-ന്റെ കാലത്തെ VC ആണെന്ന് ചെയ്തെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അന്വേഷണത്തിന് മടിക്കുന്നത്? ഇപ്പോൾ ആ ഭൂമി ഉപയോഗശൂന്യമാണെന്ന് ഉറപ്പാണല്ലോ. ആ ഭൂമി ഇപ്പോൾ ആർക്കും ഉത്തരവാദിത്തമല്ല, ഇടതുപക്ഷത്തിന് ആർക്കും ഉത്തരവാദിത്തമല്ല. ശരി, എങ്കിൽ UDF-നാണ് ഉത്തരവാദിത്തമെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ജലീൽ മുൻകൈയെടുത്ത്, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മുൻകൈയെടുത്ത് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ജയകുമാർ ആണെങ്കിൽ ജയകുമാറിനെ നിയമിച്ച UDF സർക്കാർ ആണെങ്കിൽ UDF സർക്കാർ. അല്ല, KT ജലീൽ പറയുന്ന യുക്തിഭദ്രമായ ഒരു ചോദ്യമുണ്ട്. അതായത് UDF സർക്കാരിന്റെ കാലത്ത് 1,70,000 രൂപ വില നിശ്ചയിച്ച ഭൂമി 1,60,000-നാണ് LDF സർക്കാർ വാങ്ങുന്നത്. അന്ന് 17 ഏക്കർ വാങ്ങാൻ തീരുമാനിച്ചതിൽ 6 ഏക്കർ ചതുപ്പ് ഒഴിവാക്കി 11 ഏക്കറെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. അപ്പോ ശരി, അല്ല ഞാൻ ചോദിക്കട്ടെ, ശരി അല്ല ഞാൻ ചോദിക്കട്ടെ, 17 ഏക്കർ ഏറ്റെടുത്ത ഭൂമി സർക്കാർ മാറുമ്പോൾ 11 ഏക്കറാക്കി ചുരുക്കാൻ പറ്റുമോ? ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അല്ല, ഏറ്റെടുക്കാൻ ആര് തീരുമാനിച്ചു? UDF സർക്കാർ 17 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതിൻ്റെ എന്തെങ്കിലും രേഖ നിങ്ങൾ കാണിക്കും. UDF സർക്കാർ കലക്ടറുടെ ഒരു പ്രപ്പോസലുണ്ട്. കലക്ടർ കൊടുത്ത പ്രപ്പോസൽ എന്താണ്? ഈ പറയുന്ന 3 ഭൂമികളെ സംബന്ധിച്ച് കലക്ടർ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വെട്ടം പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി UDF സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ഞാൻ രഞ്ജിത്തിനോട് മാത്രമല്ല ഇത് കേൾക്കുന്ന KT ജലീലിനോട്, ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധികളോട് ചോദിക്കുകയാണ്. UDF സർക്കാർ ഇനി ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ രേഖകൾ ഞാൻ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകാൻ തയ്യാറാണ്. 3 ഭൂമിയിലെ
ഈ ആദവനാടും വെട്ടത്തുള്ള ഭൂമി അല്ലല്ലോ, തിരൂർ തുഞ്ചൻ പറമ്പിനോട് ചേർന്നുള്ള ഭൂമി ഏറ്റെടുക്കണമെന്ന് അവിടുത്തെ കമ്മിറ്റിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ആ ഭൂമി ഏറ്റെടുക്കാൻ ശരി ശരി ഞാൻ ചോദിക്കട്ടെ, ആയിക്കോട്ടെ, ശരി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അന്ന് കേരളത്തിലെ MLA ആയ UDF MLA ആയ സി മമ്മൂട്ടി നിയമസഭയിൽ ഈ ഭൂമി ഏറ്റെടുത്തത് ക്രമക്കേടാണ്, ഇതിന് അധിക വിലയുണ്ട് എന്ന് പറഞ്ഞതോ? എന്നാൽ പിന്നെ എന്തിനാ അത് ഏറ്റെടുത്തത്? ഇപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ സത്യാന്ന് ബോധ്യമായില്ലേ? ആ ഭൂമി നിർമ്മാണ യോഗ്യമല്ല. അല്ല, അങ്ങനല്ല. നിങ്ങൾ ഒരു കലക്ടറുടെ ഒരു പ്രപ്പോസൽ ചൂണ്ടിക്കാണിച്ച് ആ ഭൂമി ഏറ്റെടുത്തതിലെ ഈ കള്ളക്കളി, അതായത് ഭൂവുടമകൾ മാറിയത്, അതുപോലെ തന്നെ അതിന് ഉയർന്ന വില കൊടുത്തത്, ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്, ഇതിലൊന്നും ഒരു ദുരൂഹതയും കാണാതെ ഒരു കലക്ടറുടെ ഒരു പ്രപ്പോസലിനെ മാത്രം എന്ത് രേഖ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്, അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്, സർക്കാർ തീരുമാനിച്ചോ? കലക്ടറുടെ ഒരു പ്രപ്പോസൽ, കലക്ടർ പ്രപ്പോസൽ നമുക്കറിയാലോ, അതൊരു ഗവൺമെന്റ് മെക്കാനിസത്തിലൂടെയാണ് പോകുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ അല്ല, ശരി ഞാൻ വിവരാശ പ്രകാരമുള്ള വേറെ ഇത് വായിക്കാം. അതായത് 1,70,000 രൂപയാണ് SLECയിൽ ഭൂവുടമകൾ നിശ്ചയിച്ചത്. എന്നാൽ ബെഞ്ച്മാർക്ക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന സ്ഥാപനം 1,20,000 രൂപക്ക് ഭൂമി നൽകാമെന്ന് സർക്കാരിനെ അറിയിക്കുകയുണ്ടായി. ഇത് എന്ന് കൊടുത്ത വിവരാശ എന്നറിയോ? ഇത് വിവരാശം കൊടുത്ത മറുപടി 6/6/2017 എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ വിലനിർണ്ണയ സമിതി എന്ന യോഗം ചേരുന്നത് 30/5/2017. അപ്പോൾ ഈ ഭൂമി വില, അതായത് 3 ഭൂമിയുടെ വില കലക്ടർ പ്രപ്പോസലായി സർക്കാരിന് കൊടുത്തു. അതായത് 1,70,000 ആണ് ഈ ഭൂമുടകൾ പറയുന്നത്. 1,70,000 ബെഞ്ച്മാർക്ക് ഇല്ല, മേടിച്ചില്ല. 1,70,000 സർക്കാർ മേടിച്ചില്ല. UDF ഭയങ്കരല്ലേ? 35,000 ഭൂമി 2,000 മുതൽ 35,000 അല്ലല്ല, 2,000 രൂപ മുതൽ 35,000 രൂപ വരെ വിലയുള്ള ഭൂമി അല്ല, ഭൂവുടമകൾ ചോദിച്ചത് 1,70,000. അത് 10,000 രൂപ കുറച്ച് എങ്ങനെയാ വാങ്ങുക? അത് ആ ഭൂമിയിൽ നിർമ്മാണം നടക്കുമെന്നുള്ളത് സർക്കാർ പരിശോധിക്കണ്ടേ? വേണ്ടേ? എന്നാ അവിടെ എന്താ നിർമ്മാണം നടക്കാത്തത്? എന്താ നിർമ്മാണം? ഈ 2019 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിട്ട ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ അവിടെ നിർമ്മാണം നടക്കാത്തത്? അതിന് സർക്കാരിന് ഉത്തരവാദിത്തമില്ല. ആ പൈസ പോയില്ലേ, ലാപ്സ് ആയില്ലേ? അതിന് ഇനി UDF കാലത്തെ കലക്ടറാണെങ്കിൽ ആ കലക്ടർ നടപടി സ്വീകരിക്കണ്ടേ? ആ UDF കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് നടപടിയെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? അതിനൊരു അന്വേഷണത്തിന് എന്താണ് ഉത്തരവിടാത്തത്? ആ ചോദ്യമല്ലേ ചോദിക്കുന്നത്. ഞാൻ സമ്മതിച്ചില്ലല്ലോ. ഞാൻ പറയുന്നത് UDF ഭരണകാലത്ത് ഒരു പങ്കുമില്ല. UDF സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കാൻ ഒരു ില്ല. നിങ്ങൾ ആ കലക്ടറുടെ പ്രപ്പോസൽ ചൂണ്ടിക്കാണിച്ച് വീണ്ടും UDF ആണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ജലീലിൻ്റെ വാദം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ പറയുന്നത് എങ്കിൽ ഇത് നല്ലൊരു അവസരമല്ലേ UDF കൊടുക്കാൻ? എന്തുകൊണ്ടാണ് അന്വേഷണത്തിനെ ഭയക്കുന്നത്? ശ്രീ KT ജലീൽ എന്തിനാണ് ഭയക്കുന്നത്? അല്ല, അപ്പോൾ UDF അപ്പോൾ നിങ്ങൾ അങ്ങനെ സമീകരിക്കരുത്. അങ്ങനെയാണെങ്കിൽ KT ജലീലിനും പങ്കുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. ശരി, അപ്പോൾ KT ജലീലിനും പങ്കുണ്ട്. ഇപ്പോൾ ജലീലിൻ്റെ വാദം അനുസരിച്ച് UDF ഭരണകാലത്തെ കലക്ടർക്ക് പങ്കുണ്ടെന്ന് വേണം നിങ്ങൾക്ക് പറയാം. കാരണം സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു പ്രപ്പോസൽ കലക്ടർ സമർപ്പിച്ചിരുന്നു. ആ കലക്ടറെയും കൂടി പ്രതിയാക്കി. കാരണം എന്താണെന്നറിയോ? അല്ല, പിന്നെ ഭൂവുടമകൾ അല്ല, അങ്ങനെയാണെങ്കിൽ 1,20,000 ബെഞ്ച്മാർക്കിന് പറഞ്ഞതോ? ഇതിനകത്ത് ഇവർക്കെല്ലാം പങ്കുണ്ട്. ഈ കുറുവാ സംഘം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ KT ജലീലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കുറുവാ സംഘം, അതിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂറുണ്ട്, അബ്ദുറഹ്മാൻ്റെ സഹോദരങ്ങളുണ്ട്. അവരെല്ലാം അബ്ദുറഹ്മാൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷണം നടത്താൻ പറയാൻ കഴിയില്ല. കാരണം ഇപ്പൊ അദ്ദേഹം ഈ ഗഫൂർ നേരിട്ട് ഇതിൽ പങ്കാളിയാണ്. ജലീലിന് പങ്കുണ്ട്. കാരണം ജലീലാണ് ഉത്തരവിട്ടത്. ജലീലാണ് ഈ സ്ഥലം. അങ്ങനെയാണെങ്കിൽ ജലീലിന്റെ മുമ്പാകെ ഇത് ക്രമക്കേടുള്ള ഭൂമിയാണെന്നും ഈ ഭൂമി ചതുപ്പ് സ്ഥലമാണെന്നും ഇതിൽ നിർമ്മാണം നടക്കില്ല എന്നും കൃത്യമായി നിയമസഭയിലടക്കം സ്ഥലം MLA അടക്കം പറഞ്ഞ കാര്യമാണ്. അത് ഡോക്യുമെന്റ് സഹിതം വീഡിയോ സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പാകെ തെളിവ് സഹിതമാണ് ഹാജരാക്കിയത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിണറായി വിജയന് കൊടുത്ത ശ്രീ മമ്മൂട്ടി MLA, അന്ന് മമ്മൂട്ടി MLA കൊടുത്ത പരാതി വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് അല്ലേ രഞ്ജിത്തെ? ഒരു മിനിറ്റ്, നിങ്ങൾ കേൾക്ക്. നിങ്ങൾ പറയുന്നത് പ്രകാരം മമ്മൂട്ടി MLA കൊടുത്ത പരാതി
പിണറായി വിജയൻ കൊടുക്കുകയും പിണറായി വിജയൻ അത് വിദ്യാഭ്യാസ മന്ത്രി കൊടുക്കുകയും ചെയ്തു അല്ലേ? വകുപ്പിന്റെ ആയതുകൊണ്ട് അങ്ങോട്ട് അല്ല, കൊടുത്തില്ലേ? സ്വാഭാവികല്ലേ? അപ്പോൾ ആ മമ്മൂട്ടിയുടെ പരാതി മേശപ്പുറത്തിരിക്കെ എന്തിനാണ് KT ജലീൽ 2019 ഈ ഭൂമി ഏറ്റെടുത്തത്? അല്ല, മമ്മൂട്ടിയുടെ സർക്കാർ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത സ്ഥലമായതുകൊണ്ടായിരിക്കും. അല്ല, ഒരു ഭൂമി അല്ലല്ലോ ഐഡന്റിഫൈ ചെയ്തത്, 3 ഭൂമി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, യു ഡി എഫിന്റെ ഭരണകാലത്ത് അല്ലല്ല യു ഡി എഫിന്റെ ഭരണകാലത്ത് 3 ഭൂമി ഐഡന്റിഫൈ ചെയ്യുകയും ആ 3 ഭൂമിയും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. അതിൽ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി വെട്ടം പഞ്ചായത്തിലെ ഭൂമി, അത് ചതുപ്പ് സ്ഥലമാണ്, അത് എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡാണ്, അത് CRZ 3 ആണ്, നോൺ ഡെവലപ്മെൻറ്റ് സോണാണ് എന്ന് വളരെ കൃത്യമായി തെളിവ് സഹിതം അന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന് മുമ്പാകെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്ത് ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തതിന് ശേഷവും കോവിഡിൻ്റെ മറവിൽ 2019 ഈ ഭൂമി ഏറ്റെടുത്തത് ഇടതുപക്ഷ സർക്കാരാണ്. ഏറ്റെടുത്തതിന്റെ രേഖകൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരും. യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. യെസ്, നിർമ്മാണം നടത്താൻ പറ്റാത്തൊരു സ്ഥലത്ത് സ്ഥലം ഏറ്റെടുത്താൽ സർക്കാരിന് എങ്ങനെയാണ് പിടിച്ചെടുക്കാൻ പറ്റുക? സർക്കാർ നിർമ്മാണം നടത്താൻ വേണ്ടിയാണല്ലോ എടുക്കുന്നത്, അവിടെ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ വേണ്ടിയാണല്ലോ എടുക്കുന്നത്. ആ ചോദ്യമാണ് ഞാനും ചോദിക്കുന്നത്. എന്തിനാണ് ഏറ്റെടുത്തത്? നിർമ്മാണം നടക്കാത്തൊരു ഭൂമി ഇവർക്ക് വൈറ്റ് മണി കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന ലില്ലീസ് ഗഫൂറിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന, കഴിഞ്ഞ 2 തവണ തിരൂരിൽ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അക്കൗണ്ടിലേക്ക് കുറേ വൈറ്റ് മണി ഉണ്ടാക്കി കൊടുക്കാൻ, അതുപോലെ വി അബ്ദുറഹ്മാൻ്റെ സഹോദരന്മാരുടെ മക്കൾക്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് വൈറ്റ് മണി, ലാഭം മാത്രമല്ല, അതായത് 2000 രൂപ മുതൽ 40,000 രൂപ വരെ വാങ്ങിയ ഭൂമി കൊള്ളലാഭത്തിന് സർക്കാരിന് വിറ്റു എന്ന് മാത്രമല്ല, അവരുടെ വൈറ്റ് മണിയായി അവരുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു പണിയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ആര് വെളുപ്പിക്കാൻ തീരുമാനിച്ചാലും അത് വെളുക്കാൻ പോകുന്നില്ല. ഇത് സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഇതിനകത്ത് റവന്യൂ മന്ത്രി മറുപടി പറയണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊടുത്ത ഈ പരാതി എവിടെയാണ് പൂഴ്ത്തി വെച്ചത് എന്നതിനെ സംബന്ധിച്ച് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം. ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർമാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പങ്ക് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കാൻ ഒരു വിജിലൻസ് അന്വേഷണമല്ലാതെ മറ്റു മാർഗമില്ല. ആ അന്വേഷണത്തിന് ഉത്തരവിടുമോ ഇല്ലേ എന്നുള്ളതാണ് കാണാനിരിക്കുന്നത്. ഇനി KT ജലീൽ നേരിട്ട് ഈ ഏറ്റെടുക്കലിന് ഇടപെട്ടതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുകയും ചെയ്യും. 2015 ഒരു ഭരണാനുമതി കൊടുത്തിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 25 കോടിക്ക് ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള ഭരണാനുമതി കാണിക്കൂ. ഈ ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി കൊടുത്തതിന്റെ രേഖ കാണിക്കൂ. അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ രേഖ കാണിക്കൂ. UDF ഭരണകാലത്ത് ഈ വെട്ടം പഞ്ചായത്തിലെ ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കാൻ 1,70,00,000 ഒരു സെന്റിന് 1,70,000 അന്ന് പറഞ്ഞാൽ ഒരു ഏക്കർക്ക് 1,70,00,000 ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിന്റെ രേഖ കാണിക്കും. ജലീൽ ഫിറോസ് ജലീൽ തർക്കമേ അല്ല. ജലീലിനോട് ഇതിനകത്ത് ജലീലിനെതിരായിട്ട് നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പിന്നെ ജലീലിനോട് വ്യക്തിപരമായ ഒരു എന്തെങ്കിലും പ്രശ്നമല്ല. അപ്പം ഞാൻ പോയ സ്ഥാപനങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കാൻ ആണ് അദ്ദേഹം ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോയ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ബിസിനസ്സുകാരുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തുവിടുകയാണെങ്കിൽ അത് ജലീലിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ എത്രമാത്രം പ്രയാസം ഉണ്ടാവും. അതൊക്കെ ബാലിഷാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇത് ജലീൽ ഫിറോസ് തർക്കമേ അല്ല. അദ്ദേഹം 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കൈയോടെ പിടികൂടിയത് അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തിയാണ്. അത് 2 ലോകായുക്ത അംഗീകരിച്ചതാണ്, കേരള ഹൈക്കോടതി അംഗീകരിച്ചതാണ്, സുപ്രീം കോടതി അംഗീകരിച്ചതാണ്. അദ്ദേഹം രാജിവെച്ച് പോയതാണ്. ഇത് 17,65,00,000 രൂപയുടെ ഇടപാടാണ്. അതിനകത്ത് 15 കോടി രൂപയുടെ അഴിമതിയാണ്. രേഖകൾ സഹിതമാണ് സംസാരിക്കുന്നത്. സർക്കാരിൻ്റെ നികുതി പണം വെട്ടിച്ച കേസാണ്. ആ കേസിൽ ജലീലിനോട് വ്യക്തിപരമായ ഒരു വിരോധത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല, അഴിമതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു മന്ത്രി നടത്തിയത്. എന്താ സംശയം? പറയും, എല്ലാവരും പറയും, ഒക്കെ പറയും, എല്ലാവരും പറയും. അവരൊക്കെ നേരത്തെ പറഞ്ഞിരുന്നാണ്, അവർ ഇനിയും പറയും. ഇപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വന്നത്. ആ തെളിവുകളോട് വരും. ഇനി ബാക്കിയുള്ള രേഖകൾ കൂടി പുറത്തു വരുന്നതോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. അല്ലല്ല, അത് അദ്ദേഹം പറഞ്ഞങ്ങനെ അല്ല. അദ്ദേഹം പറഞ്ഞത് ഈ പല ആളുകൾക്കും അങ്ങനെ അഭിപ്രായമുണ്ട്. ഈ ജലീലിനൊക്കെ മറുപടി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പിന്നെ സ്പേസ് കിട്ടാൻ വേണ്ടി, സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഈ പിന്നെ കോമാളിക്കളിക്ക് നിന്ന് കൊടുക്കരുത് എന്ന അഭിപ്രായം മുസ്ലിം ലീഗിലെ നല്ലൊരു ശതമാനം നേതാക്കന്മാർക്കുണ്ട്. ആ അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഞാൻ അത് എൻ്റെ വ്യക്തിപരമായ ഒരു ആരോപണമായതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് പലരും പറഞ്ഞ കാര്യം നോക്കാം. ഓക്കെ, താങ്ക് യു.